മരവാഴ സർക്കാർ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ്. വിനായകന് ഈ പാലൂട്ടുന്ന കേരള സർക്കാർ പറ്റുമെങ്കിൽ വിനായകന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഒരു കവിതയായി കരുതി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠന വിഷയമാക്കാനും കൂടി സജസ്റ്റ് ചെയ്യണം. ഒരാൾക്കെതിരെ ഒരു അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യനും ഉണ്ട്, അത് വിനായകനുണ്ട്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ് അതിലെ ഏറ്റവും മോശം. യേശുദാസ് വിമർശനത്തിന് അധികമൊന്നുമല്ല. യേശുദാസിന്റെ പല പരാമർശങ്ങളും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സവർണരെ എല്ലാം കൊന്നൊടുക്കണമെന്നൊരു മനോഭാവമാണോ ഇദ്ദേഹത്തിനുള്ളത്? ഒരു തെറിയോ, രണ്ട് തെറിയോ, മൂന്ന് തെറിയോ, നാല് തെറിയോ ആണോ? ഇവരാരെങ്കിലും വിനായകൻ ഉയർത്തിപ്പിടിക്കുന്ന ജാതിക്കാർ ഉയർത്തിപ്പിടിക്കുന്ന വിനായകന്റെ ജാതിയിൽപ്പെട്ടവരാണോ? വിനായകൻ ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് വിനായകനെ മാറ്റി നിർത്തണമെന്ന് ഈ പറയപ്പെടുന്ന ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചിരുന്നെങ്കിൽ. കഴിഞ്ഞ ദിവസം സിനിമ കോൺക്ലേവിന്റെ സമാപന ചടങ്ങിൽ വെച്ചിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില പ്രസ്താവനയ്ക്കെതിരെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ വിനായകൻ ഇതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണനെതിരെയും അതുപോലെ തന്നെ യേശുദാസിനെതിരെയും അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള തെറി അഭിഷേകമാണ് നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്രത്തോളം ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രതികരണം ഇപ്പൊ വിനായകന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? അത് വിനായകന്റെ മാനസിക നില തെറ്റിയിരിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മാത്രം എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാനസിക നില തെറ്റിപ്പോകുന്നതായിരിക്കാം. പാവം കുട്ടിയല്ലേ, അതൊക്കെ സംഭവിച്ചേക്കാം. കാരണം ഇന്ന് നേരം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ വിനായകന്റെ ആ പോസ്റ്റ് കാണുന്നില്ല. അതിനിടയിൽ കമന്റ് തന്നെ വന്നിരുന്നു, കെട്ടിറങ്ങുമ്പോൾ ഇത് മാറിക്കൊള്ളുന്നു. എന്നെ ഞെട്ടിപ്പിച്ചതല്ല, ഈ വിനായകന്റെ പോസ്റ്റ് വന്ന് 1 മണിക്കൂറിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ 100ഓളം ഷെയറുകളാണ് ഈ പോസ്റ്റിൽ വന്നിരിക്കുന്നത്. അതിൽ പോലും വിനായകനെ അനുമോദിച്ചുകൊണ്ടും വിനായകന്റെ വാക്കുകളെ അംഗീകരിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് കമന്റുകളും ഞാൻ കണ്ടു എന്നുള്ളതാണ്. നോക്കൂ, ഒരാൾക്കെതിരെ ഒരു അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യനും ഉണ്ട്, അത് വിനായകനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ നിലപാടിനോട് അദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിൽ അദ്ദേഹം നല്ല ഭാഷയിൽ അതിനെതിരെ ഒരു പോസ്റ്റ് എടുത്തത് തെറ്റൊന്നുമല്ല. സ്വാഭാവികമായും അതിന്മേൽ ചർച്ചകൾ ഉണ്ടാവേണ്ടതാണ്. ഒരുപാട് പേർ അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിക്കുന്നു അല്ലെങ്കിൽ അനുകൂലിക്കുന്നു. ഇതൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടും സോഷ്യൽ മീഡിയ പോസ്റ്റുകളായിട്ടും ചർച്ചകളായിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ് അതിലെ ഏറ്റവും മോശം എന്ന് പറയുന്നത്. ശരീരത്തിലെ ലൈംഗികാവയവങ്ങളുടെ പേര് ഒരു തവണയല്ല പലതവണ ഉപയോഗിച്ചുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണനെയും KJ യേശുദാസ്, എന്തിനാണ് KJ യേശുദാസിനെതിരെ വലിച്ചിഴിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് KJ യേശുദാസ് പണ്ട് നടത്തിയ ഒരു ജീൻസിനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശമുണ്ട്, സ്ത്രീകൾ ജീൻസ് ഉപയോഗിക്കുന്നതിനെതിരെ. അത് ഇപ്പോൾ എടുത്തുകൊണ്ട് വരേണ്ടുന്ന എന്ത് കാര്യമാണ്? ഇപ്പോൾ കേരളത്തിലേ ഇല്ലാത്ത അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന മലയാളിയുടെ ഗാനഗന്ധർവൻ എന്ന് വിളിക്കുന്ന യേശുദാസ് എന്ന് വിചാരിച്ചാൽ യേശുദാസ് വിമർശനത്തിന് അധികമൊന്നുമല്ല. യേശുദാസിന്റെ പല പരാമർശങ്ങളും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇത്രയും മ്ലേച്ഛമായ ഒരു ഭാഷയിൽ എന്തിനാണ് ഈ പറയപ്പെടുന്ന KJ യേശുദാസിനെയും അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണനെയും ഒക്കെ വിമർശിക്കേണ്ട ആവശ്യം എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. വിനായകൻ എങ്ങനെയൊക്കെ പ്രതികരിച്ചാലും ഏതൊക്കെ രീതിയിൽ വിമർശിച്ചാലും അതിനെ അംഗീകരിക്കാൻ കുറച്ച് ആളുകൾ രംഗത്ത് വരുമെന്നുള്ള ഉറപ്പായിരിക്കാം അദ്ദേഹത്തിന്. ആ ഉറപ്പൊന്നുമല്ല. ഇത് ജാതിയുടെ പേരിൽ ഇത് ചില സമയങ്ങളിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ചിന്തകൾ, ആ ചിന്തകൾ മാറാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ വസ്തുക്കളായിരിക്കാം, ലഹരി വസ്തുക്കളായിരിക്കാം ഇതിന്റെ കാരണം, നമുക്കറിയില്ല. നോക്കൂ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പറ്റുമെങ്കിൽ കേരള സർക്കാർ വിനായകന് ഈ പാലൂട്ടുന്ന കേരള സർക്കാർ പറ്റുമെങ്കിൽ വിനായകന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഒരു കവിതയായി കരുതി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠന വിഷയമാക്കാനും കൂടി സജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആഭ്യന്തരം ഭരിക്കുന്ന പ്രതിപക്ഷ യുവനിരയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മരവാഴ സർക്കാർ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ്. ഇനി ഞാൻ വിനായകന്റെ കാര്യത്തിലേക്കാണ്. വിനായകൻ അതിഭീകരമായൊരു ദളിത് സ്നേഹവും ഇടതുപക്ഷ സ്നേഹവും ഒക്കെ കാണിക്കുന്നുണ്ട്. വിനായകൻ ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി ആരാണ് ഈ ഉമ്മൻചാണ്ടി, എൻ്റെ തന്തയിൽ തത്തു, ഉമ്മൻചാണ്ടി ചത്തു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ട വിനായകനെ നമ്മൾ കണ്ടു. അതേ വിനായകൻ തന്നെ VS അച്യുതാനന്ദൻ മരണപ്പെടുമ്പോൾ VSന് അഭിവാദങ്ങൾ അർപ്പിക്കുകയും അതേ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് അതിൽ പരാമർശിച്ച കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വിനായകൻ ഇന്ത്യ അറിയുന്ന ഒരു നല്ല കലാകാരനാണ്, നല്ല നടനാണ്. അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന വേഷങ്ങൾ കണ്ട് കൈയടിച്ച മലയാളി എന്ന നിലയിൽ കോരിത്തരിച്ച ആളുകളൊക്കെ തന്നെയാണ് മലയാളികൾ എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ ഇത്തരത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളും അദ്ദേഹം വിശ്വസിക്കുന്ന ജാതിയും അല്ലെങ്കിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്ന അദ്ദേഹം ജനിച്ചു വീണ ജാതിയും മാത്രമാണ് മികച്ചത് എന്ന് കാണുന്ന അല്ലെങ്കിൽ എന്തിലും ജാതി തരുന്ന സവർണരെ എല്ലാം കൊന്നൊടുക്കണമെന്നൊരു മനോഭാവമാണോ ഇദ്ദേഹത്തിനുള്ളത്? സവർണരെന്ന് ഞാൻ പറയുന്നത് സമൂഹം വിളിക്കുന്നത് കൊണ്ട് അല്ലാതെ അല്ല. ഇപ്പോൾ കുറച്ച് തൊലി വെളുത്തിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ജാതിയിൽ പിറന്നവർ, മറ്റു മതങ്ങളിൽപ്പെട്ടവർ, ഇവരൊക്കെ എന്താ ഈ നാട്ടിൽ വേണ്ടി? അവർക്ക് അഭിപ്രായങ്ങൾ പറയണ്ടേ? അവർ ജീവിക്കണ്ടേ? എന്താണ് വിനായകൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി മറ്റൊരു കാര്യം ചിന്തിക്കണം. വിനായകന് നേരെ ഈ തരത്തിലുള്ള ജാതീയമായ അധിക്ഷേപങ്ങളോ അല്ലെങ്കിൽ ജാതീയമായ വേർതിരിവുകളോ ഉണ്ടായിരുന്നുവെങ്കിൽ എറണാകുളത്ത് ജനിച്ചു വളർന്ന വിനായകൻ ഒരു കാരണവശാൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണക്കാരനായ വിനായകൻ ഇന്ന് കാണുന്ന ഈ ഒരു താരപരിവേഷത്തിലേക്ക് എത്തില്ലായിരുന്നു. നോക്കൂ, വിനായകൻ 1995 മുതലാണ് വിനായകന്റെ ഫിലിം കരിയർ തുടങ്ങുന്നത്. മാന്ത്രികം, നമുക്കറിയാം, മോഹൻലാലും ജഗദീഷും ഒക്കെ തകർത്തഭിനയിച്ച മാന്ത്രികം എന്ന് പറയുന്ന നമ്മുടെയൊക്കെ
ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെ ഏറ്റവും വലിയ ഹിറ്റുകൾ. ഞാൻ ജനിച്ച 6 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന സിനിമയാണ്. കുഞ്ഞുനാൾ മുതൽ എത്രയോ തവണ കണ്ടുമറന്ന വേഷമാണ്. അതിൽ മൈക്കിൾ ജാക്സന്റെ ഡ്യൂപ്പായിട്ടാണ് വിനായകൻ ആദ്യം വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. ആ സിനിമ സംവിധാനം ചെയ്ത ആളുടെ പേര് തമ്പി കണ്ണന്താനം എന്നാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പടം കിട്ടുന്നത് 2001 ഒന്നാമനിൽ മോഹൻലാലും പ്രണവ് മോഹൻലാലും ഒക്കെ ചേർന്ന് അഭിനയിച്ച ഒന്നാമൻ സിനിമയിൽ ഒരു വേഷം കിട്ടുന്നു, പാട്രിക് എന്ന് പറഞ്ഞൊരു വേഷം. ആ സിനിമയും ചെയ്യുന്നത് തമ്പി കണ്ണന്താനമാണ്. സ്റ്റോപ്പ് വയലൻസ്, അതിൽ മൊന്ത എന്ന് പറയുന്ന പടം, അതിൻ്റെ സംവിധായകന്റെ പേര് AK സാജൻ എന്നാണ്. വെള്ളിത്തിര, ഭദ്രനാണ് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇവർ TK രാജീവ് കുമാറിന്റെ സിനിമയാണ്. അതിനുശേഷം വരുന്ന ചതിക്കാത്ത ചന്തു, റാഫി മെക്കാട്ടൻ സാർ സംവിധാനം ചെയ്ത സിനിമ. ഗ്രീറ്റിംഗ്സ്, ഷാജോൺ കാരിയാൽ സംവിധാനം ചെയ്ത സിനിമ. കൊട്ടേഷൻ, വിനോദ് വിജയൻ സംവിധാനം ചെയ്ത സിനിമ. ബൈ ദ പീപ്പിൾ, ജയരാജ് സംവിധാനം ചെയ്ത സിനിമ. ജൂനിയർ സീനിയർ, ശ്രീകണ്ഠൻ സംവിധാനം ചെയ്ത സിനിമ. ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിന്താമണി കൊലക്കേസിലെ ഉച്ചാണ്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാരക പെർഫോമൻസ് ഉള്ള സിനിമ, അത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമയാണ്. പിന്നെ അൻവർ റഷീദിന്റെയും അമൽ നീരദിന്റെയും വിജി തമ്പിയുടെയും ആഷിഖ് കപൂറിന്റെയും ജയരാജിന്റെയും ഗോപി സുന്ദറിന്റെയും മാർട്ടിൻ പറക്കാട്ടിന്റെയും TK രാജീവ് കുമാറിന്റെയും അമൽ നീരദിന്റെയും അടക്കം എത്രയോ സിനിമകളിൽ വിനായകൻ നല്ല നല്ല വേഷങ്ങൾ കിട്ടി. ഞാനിത് ഈ സംവിധായകന്റെ പേര് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, ഇവരാരെങ്കിലും വിനായകൻ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ വിനായകൻ ഉയർത്തിപ്പിടിക്കുന്ന ജാതിക്കാരുടെ ഉയർത്തിപ്പിടിക്കുന്ന വിനായകന്റെ ജാതിയിൽപ്പെട്ടവരാണോ? ജാതി ചോദിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ് ഈ വിഷയം. ഇവരെല്ലാവരും വിനായകൻ ഈ പറയപ്പെടുന്ന സവർണ മേധാവിത്വത്തിന്റെ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന അതേ കാസ്റ്റിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ആ കാസ്റ്റുകളിൽ ഏതെങ്കിലുമൊക്കെ ഇതിൽപ്പെട്ടവരാണ്. അപ്പോൾ സ്വാഭാവികമായും വിനായകൻ ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് വിനായകനെ മാറ്റി നിർത്തണമെന്ന് ഈ പറയപ്പെടുന്ന ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ തമ്പി കണ്ണന്താനം എന്ന് പറയുന്ന ആൾ വിചാരിക്കുകയാണ് ഇയാൾ വേണ്ട, ആ വേഷം ചെയ്യാൻ മറ്റൊരാളെ കിട്ടും എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ വിനായകൻ എന്നീ കാണുന്ന വിനായകനാകുമായിരുന്നു. വിനായകന്റെ കഷ്ടപ്പാടുണ്ട്, വിയർപ്പിന്റെ വിലയുണ്ട്, ഇതിന്റെ പിന്നാലെ നടന്നതിന്റെ വിലയുണ്ട്, അദ്ദേഹത്തിന്റെ ടാലന്റ് ഉണ്ട്, ഭാഗ്യമുണ്ട്. ഇതെല്ലാം ഞാൻ കണക്കൂട്ടിക്കൊണ്ട് തന്നെ പറയാണ്. എവിടെയാണ് അവസരം നൽകാൻ ഇവർ തയ്യാറായില്ല? അത് നോക്കൂ, ഇതില് വിനായകൻ ഈ അവസരം 2023 അഭിനയിച്ച കസാർ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ മൃദുൽ നായർ എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ സംവിധായകൻ. പേരിനൊപ്പം ജാതിവാല് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന നമ്മളെ ഏറ്റവും വാഴ്ത്തിപ്പാടുന്ന ഗംഗ എന്ന് പറയുന്ന കഥാപാത്രം വന്ന കമ്മട്ടിപ്പാടം സിനിമ രാജീവ് രവിയുടെ സിനിമയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ദിവാൻജി മൂലയിൽ അദ്ദേഹം അഭിനയിക്കുമ്പോൾ അത് സംവിധാനം ചെയ്തിരിക്കുന്നത് മറ്റൊരു ജാതിവാല് ചേർത്ത് വെച്ചിരിക്കുന്ന അനിൽ രാധാകൃഷ്ണ മേനോൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഇവർക്കൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ അവിടെ കാസ്റ്റ് ചെയ്യാമായിരുന്നു. ഇവർ പക്ഷേ വിനായകനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട അവരുടെ ഒന്നും മനസ്സിൽ ഈ ജാതി ചിന്തകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ലേ? അങ്ങനെ കടന്നു വന്ന ഒരാൾ, അങ്ങനെ പെർഫോം ചെയ്ത് നിൽക്കുന്ന ഒരാൾ എന്തിനാണ് ഇത്തരത്തിൽ ഇവരെ വായടപ്പിക്കേണ്ടത്? ഇവിടുത്തെ ഇടതുപക്ഷമാണ്. ഇദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഇദ്ദേഹത്തെ വന്നു എന്ന് അവകാശപ്പെടുന്ന, വളർത്തിക്കൊണ്ടുവന്ന ഇടതുപക്ഷമൊന്നുമല്ല. വളർന്നതിന് ശേഷം അവരുടെ മുതലാക്കി മാറ്റിയതാണ്. അതാണല്ലോ കുറെ കാലം കൊണ്ട് ഇടതുപക്ഷം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കാലം കൊണ്ട്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. പണ്ടൊക്കെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ കൈപിടിച്ചുയർത്താൻ ഇവിടുത്തെ ഇടതുപക്ഷവും ചെങ്കൊടിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കൂടെ നിന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ വേടന്റെ കേസ് തന്നെ വേടനെ ഉയർത്തിക്കൊണ്ടുവന്ന ഇടതുപക്ഷമല്ല, വേടനെ തകർക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ സർക്കാരാണ്. ഇവിടുത്തെ വനം വകുപ്പാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ പറയുന്നില്ല, വനം വകുപ്പാണ്. വേടൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ ഈ ഇടതുപക്ഷത്തെ കാണുന്നുണ്ടോ? കാണുന്നില്ല. അപ്പോൾ ഇത് പണ്ട് നാഷണൽ ഹൈവേയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ 2 പേര് വന്ന പോലെയാണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞു മേരാ ബച്ചായ, ഇവിടുത്തെ മുണ്ടെടുത്ത മോദിയുടെ ആളുകൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ മരുമകൻ മന്ത്രിയുടെ പ്രൊഡക്റ്റാണ്. അവസാനം ഇടിഞ്ഞു വീണപ്പോൾ 2 പേരും ഇല്ല, ഇപ്പം അനാഥ കുട്ടിയാണ്, എത്തിയും കുട്ടിയായിട്ട് നാഷണൽ ഹൈവേ കിടക്കുകയാണ് പല ഭാഗങ്ങളിലും, മലപ്പുറം മേഖലകളിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ അവസ്ഥയിലാണ് ഈ സെലിബ്രിറ്റികളുടെ കാര്യത്തിലും ഇവിടെ നടക്കുന്ന ഇരട്ടത്താപ്പ് നയം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേസെടുക്കേണ്ടത് ആരാണ്? കേരള പോലീസാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം തെറി പറഞ്ഞുകൊണ്ട് 1 തെറിയോ 2 തെറിയോ 3 തെറിയോ 4 തെറിയോ ആണോ? 100 വേർഡ്സുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ 60 എണ്ണവും മനുഷ്യന്റെ ലൈംഗിക അവയവങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു സെലിബ്രിറ്റി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വിമർശിക്കുന്നവർ തെറ്റുകാരാകുന്ന ഒരു സമൂഹം, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ സംസ്ഥാന സർക്കാർ ഇത് യൂണിവേഴ്സിറ്റികളുടെ പഠന വിഷയമാക്കി കൊടുക്കണം. അതായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്.